ഹൈന്ദവ ക്ഷേത്രങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കേന്ദ്രങ്ങളും കൂടിയാണ്. രാഷ്ട്രീയ താല്പര്യമാണ് പലപ്പോഴും ഹൈന്ദവ ക്ഷേത്രങ്ങളെ നിയന്ത്രിക്കുന്നത്. ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ താല്പര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്, പ്രസ്ഥാനങ്ങളാണ്. ഇപ്പോൾ വിനോദിനറിയാം, ഈ അടുത്ത ദിവസമാണ് ശ്രീ MV ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു പ്രസ്താവന നമ്മൾ വായിക്കുകയുണ്ടായി. CPM-ൻ്റെ സഖാക്കന്മാർ ക്ഷേത്രകാര്യങ്ങളിൽ സജീവമായിട്ട് ഇടപെടണം, പാർട്ടി പ്രവർത്തകർക്ക് സാധിച്ചില്ലെങ്കിൽ അനുഭാവികളെങ്കിലും ചുരുങ്ങിയത് ക്ഷേത്രകാര്യങ്ങളിൽ സജീവമായിട്ട് ഇടപെടണം എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ക്ഷേത്രങ്ങൾ രാഷ്ട്രീയ സങ്കേതങ്ങളാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശം അത് വളരെ ആസൂത്രിതമായിട്ട് നമുക്ക് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഹൈന്ദവ സംഘടനകളെ, ഭക്തജന സംഘടനകളെ, ആധ്യാത്മികമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളെ ഒക്കെ ക്ഷേത്രങ്ങളിൽ നിന്ന് പുറത്താക്കിയിട്ട് അവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ സഖാക്കന്മാർ കയറിപ്പറ്റി എന്തിനു വേണ്ടിയാണ്? ക്ഷേത്രം നന്നാക്കാൻ, അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ക്ഷേത്രത്തോടുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? അല്ലെന്നാണല്ലോ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആണെങ്കിൽ സ്വഭാവേന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ, വിശ്വാസികൾ എന്ന നിലയ്ക്ക് അവർ ക്ഷേത്രത്തിൽ വരാം, ക്ഷേത്രത്തിൽ സഹകരിക്കാം, ക്ഷേത്രത്തിൻ്റെ ചുമതല ഏറ്റെടുക്കാം, കമ്മിറ്റിയിൽ വരാം. ആരും ഇപ്പോൾ കോൺഗ്രസ്സുകാരങ്ങനെ പറയുന്നില്ല, BJP-ക്കാരങ്ങനെ പറയുന്നില്ല. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടണം എന്നിങ്ങനെ പറയാൻ കാരണം? അപ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് എന്ന് അതിൽ തന്നെ വളരെ വ്യക്തമാണല്ലോ. അപ്പോൾ അത്തരം രാഷ്ട്രീയമായ താല്പര്യങ്ങളാണ് ക്ഷേത്രങ്ങളെ അനുദിനം ഇത്തരത്തിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് ലോക പ്രശസ്തമായ ക്ഷേത്രമാണ്. അങ്ങേയറ്റം ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും നിബദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രം. പവിത്രമാണ് ക്ഷേത്രത്തിൻ്റെ സങ്കേതം. അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മാത്രമല്ല, എല്ലാ ക്ഷേത്രങ്ങളുടെയും സങ്കേതങ്ങൾ, ക്ഷേത്ര പരിസരം, ഇതൊക്കെ വളരെ പവിത്രമാണ്. ഇവിടെ വളരെ നമ്മയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഇതൊരു സാധാരണ ഭക്തൻ, പുറത്തു നിന്ന് വന്ന ഒരു ഭക്തൻ അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ് എങ്കിൽ നമുക്ക് ആ നിലയ്ക്ക് അതിനെ കണ്ടാൽ മതി. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ജീവനക്കാർ, അവരാ ക്ഷേത്രത്തിലെ അന്തേവാസികളാണ്, ജീവനക്കാരാണ്, അവരാ ക്ഷേത്രത്തെ ഉപലബ്ധിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആളുകൾ ക്ഷേത്രത്തിൻ്റെ പവിത്രത നശിപ്പിക്കുന്ന തരത്തിൽ, ക്ഷേത്രത്തിൻ്റെ വിശ്വാസത്തെ തകർക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ്, ഒരു ആഘോഷം ക്ഷേത്ര സംഗീതത്തിൽ തന്നെ നടത്തി എന്നുള്ളത്, എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിൽ നടത്തി എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല എന്നാണ്. ഇത് തുടർച്ചയായിട്ട് കുറെ കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ, മാംസാഹാരം വെച്ച് ആഘോഷിക്കുന്നത്, ഇനി മദ്യം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും മാംസാഹാരം വിളമ്പുന്ന തരത്തിലുള്ള ആഘോഷങ്ങൾ ഈ ക്ഷേത്ര സങ്കേതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് കുറെ കാലമായി നടന്നു വരുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു കാര്യം നടക്കുമ്പോൾ അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ വളരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ എടുത്തുകൊണ്ട് ഇത് മേലിൽ ആവർത്തിക്കാതിരിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാനോ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അവിടെയൊക്കെ രാഷ്ട്രീയ ഇടപെടലുകൾ വരികയാണ്. ഇപ്പൊ ഇവിടെ തന്നെ ഈ സമയം വരെ അങ്ങനെ ഒരു നടപടി എടുത്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരുടെ കമ്മിറ്റി കൂടിയിരുന്നു എന്നൊക്കെ ഞാൻ കേൾക്കുന്നു. കമ്മിറ്റി കൂടി അവിടെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്, ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ പുറത്തു വരുന്നുണ്ട്. ഔദ്യോഗികമായി ഞാൻ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ അറിവിലില്ല. പക്ഷെ അത്തരം വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ മാതൃകാപരമായി ശിക്ഷ നടപ്പാക്കിക്കൊണ്ട് മേലാൽ ആവർത്തിക്കാതിരിക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഈ രാഷ്ട്രീയ സമ്മർദ്ദമാണ്. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഗോവിന്ദന്റെ പ്രസ്താവന വന്നു. ഗോവിന്ദൻ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ സഖാക്കന്മാര്, പാർട്ടി അണികൾ ഇടപെടണം, സജീവമാകണം എന്ന് പറയുന്ന ഗോവിന്ദൻ എന്തുകൊണ്ടാണ് മുസ്ലിം പള്ളികളിൽ, ഈ പള്ളികൾ സഖാക്കന്മാരായിട്ടുള്ള മുസ്ലിങ്ങളില്ലേ, അവരോട് എന്താ പറയാത്തത്? പള്ളികളുടെ കാര്യത്തിൽ ഇടപെടണം, പള്ളി കാര്യത്തിൽ സജീവമാകണം എന്ന് എന്തുകൊണ്ടാണ് പാർട്ടിയുടെ സഖാവ്, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയാത്തത്? എന്തുകൊണ്ടാ? ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചർച്ചുകളിൽ സജീവമായിട്ട് നിങ്ങൾ ഇടപെടണം എന്ന് പാർട്ടി അണികളോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ നിർദ്ദേശിക്കാത്തത് എന്തുകൊണ്ടാ? അപ്പൊ അവിടെയൊക്കെ തൊട്ടാൽ പൊള്ളുന്ന ഇടങ്ങളാണ്.
അതെ, തീർച്ചയായും വഴിയിൽ കെട്ടിയ ചെണ്ട പോലെ ആർക്കും കയറി കൊട്ടാവുന്ന സാഹചര്യമാണ്. അതെ അതെ അതെ